ഇവിടെ ആടുകളുമായിട്ട് നിൽക്കുകയാണല്ലേ. സെക്കൻഡ് പിക്ചറോ ഇങ്ങനെ എണ്ണി നോക്കുന്നുണ്ട്. ഹി കൗണ്ട് ഹിസ് ഗോഡ്സ്. ഹി കൗണ്ട് ഹിസ് ഷീപ്പ്. എല്ലാ ആടുകളെയും ഇങ്ങനെ എണ്ണി നോക്കുന്നു. തേർഡ് പിക്ചറോ നമ്മുടെ റാണി എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ആടുകളെ എവിടേക്കാ കയറ്റുന്നത്? മറുപതിലേക്ക് കയറ്റുന്നു അല്ലെ? അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സാഹിബിന്റെ വീട്ടിലെത്തിയിട്ട് അവിടുത്തെ മറുപതിലേക്ക് കയറ്റുന്നതായിട്ടാണ് നമ്മള് കാണുന്നത്. അപ്പൊ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഈ പിക്ചേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? നുലാഹിമു സുവറ വനുഇദ്ദുൽ ബയാൻ. നുലാഹിമു സുവറ വനുഇദ്ദുൽ ബയാൻ. First we observe and prepare a narration. ഒരു വിശദീകരണം. ഈ പിക്ചർ എല്ലാ പടങ്ങളും ഈ സൂറകളെല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യണം? അതിനെപ്പറ്റി ചെറിയ വിശദീകരണം തയ്യാറാക്കണം. അപ്പോ നമ്മൾ തുടങ്ങല്ലേ? ഓക്കെ. ഹാന ഫസ്റ്റ് ഒരു ലൈൻ എഴുതിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഹാന വഖ്തുൽ മഗ്രിബ് ഇസ്തഅദ്ദ റാഇ. അപ്പൊ എന്താണ്? ഏത് ടൈമായി? ഹാന വഖ്തുൽ മഗ്രിബ്. മഗ്രിബിന്റെ ഈവനിങ് സന്ധ്യ സമയമായല്ലേ? അപ്പൊ റായി എന്താ ചെയ്തത്? ഇസ്തഅദ്ദ റാഇ. ഷെപ്പേർഡ് പ്രിപ്പയർ തയ്യാറായി അല്ലേ? അദ്ദേഹം റെഡിയായി. ഇസ്തഅദ്ദ റാഇ ഷെപ്പേർഡ് റെഡി അല്ലേ? ഷെപ്പേർഡ് റെഡിയായി. എന്തിനായിരിക്കും റെഡിയായത്? എന്തിനായിരിക്കും? അവിടെ ഇരിക്കാനാണോ? അത്രയും നേരം ആടുകളൊക്കെ മേയിച്ചു നടന്ന് സന്ധ്യയായി അല്ലേ? മഗ്രിബ് നേരമായി. അപ്പൊ എന്താ റെഡിയാവുക? പിന്നെ നടക്കോ ആടിനായിട്ട്? ഇല്ല. എന്തിനാണ്? ലിർറുജൂൾ. എന്തിനാണ്? ലിർറുജൂൾ. റജഅ അല്ലേ? മടങ്ങുക. റജഅ ലിർറുജൂൾ. എന്തിനാണ്? മടങ്ങുവാനായിട്ട് അദ്ദേഹം റെഡിയായി അല്ലേ? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോ ആടിനൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയാവണം പോകാൻ. അത് കഴിഞ്ഞിട്ട് ആടിനിങ്ങനെ എണ്ണി നോക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ 1 2 3. എന്തിനായിരിക്കും? എല്ലാ ആടുകളും ഉണ്ടോന്ന് നോക്കണ്ടേ? He count the numbers of the sheep. He count the numbers of sheep. അല്ലെ? ആടുകളുടെ എണ്ണം എണ്ണി നോക്കിയാണ്. എന്താണ്? നമ്മുടെ ഓണറിന്റെ അടുത്ത് ചെല്ലുമ്പോ കൃത്യ എണ്ണം കൊടുക്കണ്ടേ? അപ്പോ എണ്ണി നോക്കി ഉറപ്പിക്കണം അല്ലെ? എല്ലാം ഉണ്ടെന്ന് ഉറപ്പിക്കണം. He ensure അല്ലെ? അക്കദ അദദുൽ അഗ്നാം. അക്കദ he ensured. അക്കദ അദ്ദേഹം ഉറപ്പിച്ചു. അക്കദ അദദുൽ അഗ്നാം നമ്പേഴ്സ് ഓഫ് ദി ഗോഡ്സ്. നമ്മുടെ ആടുകളുടെ എണ്ണം അദ്ദേഹം 1 2 3 അല്ലെ? എണ്ണി ഉറപ്പിച്ചു. അക്കദ നമുക്ക് അങ്ങനെ എഴുതാം അല്ലെ? ടീച്ചറിന്റെ മക്കൾക്ക് വേറെ തരത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതണം കേട്ടോ. അക്കദ അദദുൽ അഗ്നാം. പിന്നെയോ
അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി അല്ലേ? ആഫ്റ്റർ ഹി went to his return to his home. ആര്യമായാണ് മടങ്ങിയത്? വിത്ത് ഹിസ് ഷീപ്സ്. പിന്നെയോ, പിന്നെ എന്താണ് അവിടെ കാണുന്നത്? വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അല്ലെ? അവിടെ എത്തിയതിനു ശേഷം പിന്നെ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം അല്ലെ? എവിടെയാണ്? മറുപത് കാണുന്നുണ്ടല്ലേ? എന്താണ്? ആട്ടിൻകൂട് അല്ലെ? ഈ സമയത്ത് എന്താണ്? വസ്വല അല്ലെ? റീച്ച്, ടു റീച്ച്. ഹി റീച്ച് ഹിസ് home. അല്ലെങ്കിൽ ഹീന വസല റായി. എവിടെയാ എത്തിയത്? ഇൻ ഫ്രണ്ട് ഓഫ് ദി ഷീപ്പൻ. ഷീപ്പൻ അല്ലെ? മറുപടിൽ എന്താ നമ്മൾ പഠിച്ചത്? ഷീപ്പൻ. അമാമൽ മർബർ. അദ്ദേഹം നമ്മുടെ ആട്ടിൻകൂടിന്റെ ഫ്രണ്ടിൽ എത്തിച്ചേർന്നു അല്ലെ? ഹീന വസല റായി അമാമൽ മർബർ അക്കദ സാഹിബുൽ ഗനം അദദഹ. ആരാണ് ഉറപ്പിച്ചത്? ഗോഡ്സിന്റെ നമ്പർ ഉറപ്പിച്ചു അവിടെ വന്നപ്പോ. ആരാണ്? സാഹിബുൽ ഗനം അല്ലെ? നമ്മുടെ ഓണർ ഉറപ്പിച്ചു. He the owner of the goats ensured അല്ലെ? The ensured the owner of the goats number of the goat. എന്താണ്? അക്കദ സാഹിബുൽ ഗനം അദദഹ. അത് കഴിഞ്ഞിട്ടോ വദ്ഖല റായി. എണ്ണലൊക്കെ എണ്ണലൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്താണ് പറഞ്ഞത്? എന്താണ് ചെയ്തത്? അതിനെ തെളിച്ചു കൊണ്ടിട്ട് മറുപതിലേക്ക് കയറ്റി. വഅദ്ഖല റായി വഅദ്ഖല റായി الغنم الى المربض. വഅദ്ഖല റായി ദഖല അല്ലേ? പ്രവേശിക്കുക അല്ലേ? അദ്ഖല പ്രവേശിപ്പിച്ചു അല്ലേ? വഅദ്ഖല റായി الغنم ഗോട്ടിനെ അതിലേക്ക് കയറ്റി. ഇവിടേക്കാണ് ഇലൽ മർബദ്, ടു ദി ഷീപ്പ് പെൻ ഓർ ഗോട്ട് പെൻ. എവിടേക്കാണ്? ആട്ടിൻകൂട്ടിലേക്ക് കയറ്റി അല്ലെ? അതല്ലേ നമ്മളിവിടെ ലാസ്റ്റ് പിക്ചറിൽ കാണുന്നത്. We can see in this last picture. റായി അദ്ഖല റായി الغنم الى المربض. ഇപ്പോ ടീച്ചർ പറഞ്ഞതിന്റെ ആശയം പറഞ്ഞതും കൊച്ചു കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പോ ഇതെല്ലാവരും ഒന്ന് എഴുതി നോക്കണം. എഴുതാൻ പറ്റാത്തവര് വിഷമിക്കണ്ട കേട്ടോ, ടീച്ചർ സഹായിക്കാലോ. ദാ ഇവിടെ ഒന്ന് നോക്കൂ. ഹാന വഖ്തുൽ മഗ്രിബ് ഇസ്തഅദ്ദ الراعي للرجوع أكد عدد الأغنام ثم أجمع في مكان واحد ورجع بها إلى بيت صاحب الغنم. حين وصل الراعي أمام المربض أكد صاحب الغنم عددها وأدخل الراعي الغنم إلى المربض. അപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുപോലെ ടീച്ചറിന്റെ മക്കള് എഴുതണം കേട്ടോ. എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലെ? അപ്പൊ ടീച്ചറിന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇതൊന്ന് ഒറ്റക്ക് എഴുതി നോക്കണം. യു റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അല്ലെങ്കിലോ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതാം. ഇനി എന്താ നെക്സ്റ്റ്? വി ക്യാൻ ഗോ ടു അനദർ ആക്ടിവിറ്റി. നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. പേജ് നമ്പർ 20. نتخيل
വനുഇദ്ദു ഹിവാർ. എന്താണ് നമ്മുടെ ഒരു കോൺവെർസേഷൻ എഴുതണം, തയ്യാറാക്കണം. റജഅ റാഇ മഅ അൽ-ഗനം. റജഅ റാഇ മഅ അൽ-ഗനം ഇലൽ ബൈത്ത് വദാറ ബൈനഹു വബൈന സാഹിബിൽ ഗനം ഹിവാർ. റാഇയും സാഹിബുൽ ഗനമും ഇടയിലാണല്ലേ കോൺവെർസേഷൻ നടക്കുന്നത്. അപ്പൊ റാഴി എവിടെ നിന്നാ വരുന്നതെന്ന് ഓർമ്മയില്ലേ? ആടുകളെ മേയിച്ച് അവിടെ നിന്ന് വരികയാണല്ലേ. വന്ന് തന്റെ ഉടമസ്ഥന്റെ അടുത്തെത്തി. അത് വൈകുന്നേരമാണല്ലേ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആട്ടിടയൻ തന്റെ ഉടമസ്ഥനോട് പറഞ്ഞിട്ടുണ്ടാവുക? വൈകുന്നേരമാകുമ്പോൾ മസാ അൽ ഖൈർ. എന്താ പറയാ? മസാ അൽ ഖൈർ. അപ്പോ മറുപടി പറയാണ് സാഹിബുൽ ഗനം, മസാ അൻ നൂർ. എന്നിട്ട് എത്തിയപ്പോ എണ്ണം ചോദിക്കുകയാണ്. കാരണം എണ്ണം ഉണ്ടാവുന്ന അറിയണ്ടേ, നമ്മുടെ ഉടമസ്ഥനെ, ആടിന്റെ ഉടമസ്ഥനെ അറിയണ്ടേ. അപ്പോ ചോദിക്കുകയാണ്, നീ ആടുകളുടെ എണ്ണം ഉറപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കണം. നേരത്തെ നമ്മൾ കണ്ടില്ലേ അക്കര ഉറപ്പിക്കുക എന്ന്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം അല്ലെ. ഹൽ അക്കദത അദദൽ അഗ്ന. ഹൽ അക്കദത അദദൽ അഗ്ന. ആടുകളുടെ എണ്ണം. അദദ് എണ്ണം. അദദൽ അഗ്ന. ഹൽ അക്കദത അദദൽ അഗ്ന. അപ്പോ റാഴി മറുപടി പറയാണ് അറാഴി തുബൻ. എന്താണ്? തുബൻ. തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ് എന്ന് നമ്മൾ പറയാറില്ലേ. തുബൻ. സാഹിബുൽ ഗനം എണ്ണൊക്കെ കൃത്യമാണെന്ന് പറഞ്ഞു. അപ്പോ ഉടമസ്ഥൻ പറയാണ്, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എങ്കിൽ ആടുകളെ അതിന്റെ കൂട്ടിലേക്ക് കയറ്റിക്കൊള്ളൂ. എന്താണ്? ദഖലയാണ് പ്രവേശിപ്പിക്കുക അല്ലേ, പ്രവേശിക്കുക. അദ്ഖല അല്ലേ. അപ്പോ ഇലൽ മർബദ്. എങ്കിൽ അതിന്റെ കൂട്ടിലേക്ക്, ആട്ടിൻ കൂട്ടിലേക്ക് അതിനെ കയറ്റിക്കൊള്ളൂ. അറാഇ ശുക്രൻ. നന്ദി പറയണല്ലേ. അറാഇ ശുക്രൻ. സാഹിബുൽ ഗനം അഫ്വൻ. ഓക്കേ, ഓൾറൈറ്റ് എന്നുള്ള അർത്ഥത്തിൽ പറയാണ് സാഹിബുൽ ഗനം അഫ്വൻ. അഫ്വൻ അഫ്വൻ. അപ്പോ ഏകദേശം ഒരു ഐഡിയ ടീച്ചർ തന്നിട്ടുണ്ട്. ടീച്ചറിന്റെ മക്കൾ ഇത് നല്ല ഭംഗിയായിട്ട് ആലോചിച്ച് ഒന്ന് എഴുതി നോക്കണം. സ്വന്തം സെന്റൻസിൽ ഒന്ന് എഴുതി നോക്കണം. ഓക്കെ. അപ്പോ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് നല്ല മക്കളായിട്ട് നല്ലവണ്ണം പഠിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക്